ഇപ്പോൾ ഫെഫ്ക ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഒരു കോൺസ്പിറസി ഇതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യം. നേരത്തെ ഷാലു പേയാട് പറഞ്ഞപ്പോഴും ഷാലു പേയാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ബെന്നി സൂചിപ്പിച്ച പ്രൊഡ്യൂസറും ഈ വിധത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഈ 3 പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇത് അറിഞ്ഞപ്പോൾ നമ്മളുടെ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറി സോഹൻ ഉൾപ്പെടെയുള്ളവർ, ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അവിടെ രാത്രിയിൽ അധികം ആൾ സഞ്ചാരമില്ലാത്തൊരു വഴിയാണ്, നിങ്ങൾക്കറിയാം. അവിടെ അവർക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ 3-4 പേർ ആ പരിസരത്ത് നിന്നിരുന്നു. അവിടേക്ക് 2 WCCയുടെ അംഗങ്ങളാണ് വന്നത്. ഒന്ന് ഒരു പ്രമുഖ നടിയും ഒന്ന് ആ സംഘടനയുടെ അംഗമായ ഇവിടുത്തെ ഈ നഗരത്തിലെ തന്നെ ഒരു പ്രമുഖ കോളേജിലെ ഡീനായ ഒരു വ്യക്തിയും കൂടെ ആ രാത്രിയിൽ അവിടെ വന്നിട്ട് അപ്പോൾ ഈ 3 പെൺകുട്ടികൾ രാത്രിയിൽ അവിടെ ഇരിക്കുന്ന സുരക്ഷിതമല്ല, നിങ്ങൾ രാത്രിയിൽ വീട്ടിൽ പോകും, നാളെ വന്ന് വീണ്ടും നിങ്ങൾ ഇരുന്നോളൂ, അതിനുശേഷം നാളെ പ്രശ്നം പരിഹരിക്കുന്ന ചർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ അവരെ നിർബന്ധിച്ച് ആ ഇരുട്ടിൽ ആ കൊതുകുകളി കൊണ്ട് അവിടെ ഇരുത്താനുള്ള നിർബന്ധം ഈ വന്ന 2 പേർക്കായിരുന്നു. അവിടെ അവരെ സേഫായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ കയറ്റി അവരെ സേഫായിട്ട് അടച്ച് അവിടെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ അവിടുത്തെ ഒരു സാന്നിധ്യം ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെല്ലാം WCCയുടെ അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോൺസ്പിറസി ഫെഫ്കയ്ക്കെതിരായിട്ട്, ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് B ഉണ്ണികൃഷ്ണനായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇതുപോലുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസ്പിറസിയുടെ വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിൽ ഈ കേസിനും മറ്റു കാര്യങ്ങൾക്കുള്ള പ്രേരകമായ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇതങ്ങനെ ഈ വിഷയങ്ങളിലെല്ലാം അവർ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഇവരുടെ അംഗങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണം പോലീസ് കേസ് എടുക്കുന്നത് സ്വാഭാവികമാണ്. സംഘടനയിൽ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സംഘടനയിൽ പരാതി സംഘടനയിൽ പരാതി നൽകിയില്ല എന്ന് സാധന ആവർത്തിച്ചു പറയുന്നു. അല്ല, അത് അവരുടെ സംഘടനയിൽ പരാതി നൽകിയില്ലെന്ന്. സമൂഹത്തിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയില്ലേ, ഭരണ സംവിധാനമില്ലേ? നമ്മുടെ മുമ്പിൽ അവർ കൊണ്ടുവന്ന പരാതികൾ നമ്മൾ പരിഹരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നമ്മുടെ സംഘടനയിൽ അംഗമല്ലെങ്കിൽ പോലും അവർ നമ്മുടെ സംഘടനയിൽ വരുന്ന പരാതികൾ ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരം നടത്തി കൊടുത്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ സംഘടനയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അവർ പരാതി ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുമ്പിൽ തൊഴിൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും ആ സമയത്ത് ആ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നുള്ള പരാതി നിലനിൽക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പരാതി നിലനിൽക്കുകയും അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകാതിരിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ്. പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചയിൽ അവർ ആരോപിക്കപ്പെടുന്നതിൽ ഉണ്ണികൃഷ്ണൻ പങ്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള എതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. അവർ ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ നടപടികളിലൂടെ പോകേണ്ടതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു അതെ അതെ നാല് പ്രൊഡ്യൂസേഴ്സിനെതിരെ പരാതി നൽകുകയും അതിൽ FIR ഇടുകയും അതിൽ അന്വേഷണം വരികയും ചെയ്തതാണ്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഒക്കെ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായ സംഭവമാണ്. അത് അവര് തൊഴിൽ പ്രശ്നങ്ങളാണ്, തന്റെ സെറ്റിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അവരോട് മോശമായി ബിഹേവ് ചെയ്തു, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള തരത്തിലുള്ള പരാതിയായിരുന്നു. അങ്ങനെ ഒരു പരാതി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ വെച്ച് നടന്ന സംഭവമായിട്ട് അതെ പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഇതില് അവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമീപിക്കത്തില്ലല്ലോ. അല്ല, അത് അവരുടെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സംഘടനയിലേക്ക് അവർ വന്ന പരാതികൾ, അവർക്ക് ഞങ്ങളുടെ അംഗങ്ങളുമായിട്ടുള്ള പരാതികളിൽ നമ്മൾ പരിഹാരം കണ്ടെത്തി കൊടുത്തതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പ്രൊഡ്യൂസർമാരുമായിട്ട് ആ വിഷയം ഉണ്ടെങ്കിൽ അത് അവിടെയല്ല, അവരുമായിട്ടല്ലേ തീർക്കേണ്ടത്.
അതിൽ ഞങ്ങളെ എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് എന്താണ് ഒരു നിലപാടെടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഘടനയ്ക്കെതിരെയോ ആ സംഘടനയിലെ മറ്റ് ഭാരവാഹികൾക്കെതിരെയോ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ആ സംഘടനയിലെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഏത് സംഘടനയുടെ? ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ. അതെ, അതിനാണ് സ്വാഭാവികമായിട്ട് സംഘടന കൂടിയാലോചിക്കുകയും മറ്റു ഭാരവാഹികൾ ഒരുമിച്ചിരിക്കുകയും ബി ഉണ്ണികൃഷ്ണനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ഫെഫ്ക ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ബി ഉണ്ണികൃഷ്ണനടുത്ത് നമ്മൾ അതിന്റെ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടില്ല. വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമാണ്. അതെ, തൃപ്തികരമാണ്. കൂടിയാലോചിച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെതിരെ സംഘടനാ തലത്തിൽ ഒരു നടപടിയുമില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം അവിടെ ആ മീറ്റിംഗിൽ പോയിട്ടില്ല. ആ മീറ്റിംഗിൽ അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു തരത്തിലുമുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംഘടന. തീർച്ചയായിട്ടും ഈ ആരോപണങ്ങൾ അപ്പോൾ പൂർണ്ണമായും സംഘടന തള്ളിക്കളയാൻ ഉണ്ണികൃഷ്ണൻ പരിപൂർണ്ണ പിന്തുണയാണ്. തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതെല്ലാം ഓരോ സംഘടന ജനറൽ സെക്രട്ടറിമാരാണ്. ഇതിലൊരു പറയുന്ന കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോ ഷിബു സുശീലൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്, പ്രൊഡക്ഷൻ കൺട്രോളറുമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വനിതാ സംഘടനകളിലെ വനിതാ ആൾക്കാരവിടെ സമരം ചെയ്തതിനെ പറ്റിയാണ് കൂടുതലും വിഷയങ്ങൾ വന്നത്. ഈ വനിതാ അംഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് യൂണിയനിലെ ഹെയർ സ്റ്റൈൽസാണ്. അവിടെ ഇന്നലെ പോയി എന്ന് പറയുന്ന WCC അംഗങ്ങളും ഇന്നലെ ഇത് വാർത്തയാക്കാൻ വിളിച്ചു പറയുന്നതും അതിൽ സമരം ചെയ്ത് ഇരിക്കുന്ന, അല്ലെങ്കിൽ അതിന് മനീഷ എന്ന് പറഞ്ഞ നേരത്തെ മിട്ടു പറഞ്ഞ അല്ലെ, മനീഷേനെ പുറത്താക്കാൻ പറഞ്ഞ അഞ്ജലി മേനോനാണ് ഇന്നലെ ഈ വാർത്ത വിളിച്ചു പറയുന്നത്, ഈ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ആ സംവിധായിക തന്നെയാണ് ആ കുട്ടീനെ പുറത്താക്കിയേക്കുന്നത്. അപ്പോൾ WCC അംഗം വർക്ക് ചെയ്യുന്ന സിനിമയിൽ നിന്ന് തന്നെയാണ് ആദ്യം ആരെ പുറത്താക്കിയിരിക്കുന്നത്? ഈ മേക്കപ്പ് ഹെയർ സ്റ്റൈൽസ് യൂണിയനിലെ മെമ്പർ പുറത്താക്കിയത്. എന്നിട്ട് അവർക്ക് യഥാർത്ഥ ജോലി നിഷേധിച്ചിരിക്കുന്ന അവരാണ്. അങ്ങനെയല്ല, ഇന്നലെ അതേ സ്ഥലത്ത് വന്നതും WCC അംഗങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്നലെ രാത്രി എല്ലാ കാലത്തും പൊതു സമീപനം സ്വീകരിച്ചത് ഇവിടെ മാത്രമല്ല സ്വീകരിച്ചത്. ആയിക്കോട്ടെ, അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇത് ഫെഫ്കേനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫെഫ്കയെ എങ്ങനെ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കേസ് കൊടുക്കുന്നു, അവിടെ ഇഷ്യൂസ് വരുന്നു, അമ്മയിലെ ഇഷ്യൂസ് വരുന്നു. അപ്പം ആകെയുള്ളൊരു സംഘടന എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ വളരെ സജീവമായി നിൽക്കുന്നത് തൊഴിലാളികൾക്ക് ഇത്രയും കരുത്തുറ്റ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘടന തന്നെയാണ്. അപ്പൊ ബി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്താക്കുക, ഈ സംഘടനയെ പൊളിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ പുറത്തുള്ള ഒരു ലക്ഷ്യം അത് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും ഈ പറയുന്ന 8000-ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നിടത്ത് വേറെ എങ്ങും ഒരു പ്രശ്നം കാണുന്നില്ല. വേറൊരു പ്രശ്നം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേതനത്തിനുള്ള തർക്കമാണ്. ഈ വേതന തർക്കങ്ങൾ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഫെഫ്കയിൽ പരാതി വരികയും അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്യുകയും വേതനം വാങ്ങിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഫെഫ്കയുടെ ചുമതലയുള്ളൂ. അതിലാണ് നമ്മൾ ഫെഫ്ക ഇടപെടുന്നത്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇങ്ങനൊരു വേതനം കിട്ടിയില്ലെങ്കിൽ അവരോട് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു വിഷയങ്ങൾ ജോലി നിഷേധിക്കുന്ന, പിന്നെ ഒരു ഡയറക്ടർക്ക് ഒരു ആർട്ടിസ്റ്റിനെ വെക്കാം, ഒരു മേക്കപ്പ് ആൾക്കാരെ വെക്കാം, അതിന്റെ പ്രൊഡ്യൂസർക്ക് വെക്കാം. അവർ പറയുന്ന ആൾക്കാരെയാണ് വെക്കുന്നത്. അതിന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന ആൾക്കാരെ അല്ല വെക്കുന്നത്. ഇവിടെ 100-200 പടം കഴിഞ്ഞ വർഷം നടന്നു. 200 പടത്തിന്റെ ലൊക്കേഷനിലും ബി ഉണ്ണികൃഷ്ണനാണ് ആൾക്കാരെ വെക്കുന്നത്. ആരായി പറയുന്ന മണ്ടത്തരങ്ങൾ? ബി ഉണ്ണികൃഷ്ണൻ. നമ്മൾ ഓരോ പടത്തിനും അതാതായ മേക്കപ്പ് മാൻമാരെ വെക്കും. അപ്പൊ അതാതായ ഹെയർ സ്റ്റൈലിസ്റ്റിനെ വേണം എന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് വെക്കുന്നത്. ഇപ്പോ ലിജോ വലിശ്ശേരി ചെയ്യുന്ന ഒരു പടം, അതിനകത്തൊരു മേക്കപ്പ് മാനെ വെച്ചാൽ അതിന്റെ ഹെയർ സ്റ്റൈൽസ് ആ പടത്തിന് വേണ്ട ഹെയർ സ്റ്റൈൽ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആർട്ട് ഡയറക്ടർ ആരെ വെക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരെ വെക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഡയറക്ടർ ഉൾപ്പെടെ അംഗങ്ങളാണ്. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് ആ ലൊക്കേഷനിൽ ഏത് യൂണിറ്റ് വേണം, ഏത് ക്യാമറമാനെ വെക്കണം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അല്ലാതെ ലൊക്കേഷനിലല്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായി ഇതിന് ധാരണകളുണ്ട്. അല്ലാണ്ട് നമ്മളൊരു ഈ അടച്ച ആക്ഷേപിക്കുന്ന പോലെ ബി ഉണ്ണികൃഷ്ണന്റെ പേര് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു
ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനം തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അതിന് കാരണമെന്താണെന്ന് ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ വിഷയം മാത്രമല്ല, അതെ, ഈ സ്ത്രീപക്ഷമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും അതെ അതെ അവിടെ പിന്നെ ഇത് പ്രത്യേക ഒരു കേസായിട്ട് WC വൈരാഗ്യമായ കാര്യം തന്നെ. അല്ല, അത് തന്നെയല്ലേ പറഞ്ഞത്. കാരണം ഈ സംഘടനയിൽ ഇത് എന്ന് മുതലാണ് തുടങ്ങിയത്? WCCയും ഫെഫ്കയും മറ്റുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ സംഘടന വളരെ നന്നായിട്ട് പോകുന്നു, ഈ സംഘടനയും കൂടി എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊന്ന് താഴ്ത്തുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. ഈ WCC അംഗങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആർക്കാണ് ഇവര് ഈ പറയുന്ന ഹെയർ സ്റ്റൈൽസ് ഇന്നലെ ഇവിടെ സമരം ചെയ്ത അല്ലെങ്കിൽ ആ മേക്കപ്പ് യൂണിയന്റെ മുമ്പിൽ സമരം ചെയ്തവർക്ക് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തങ്ങളിൽ ഹെയർ സ്റ്റൈൽസിന് ജോലി കൊടുത്തില്ല? ഇവരങ്ങനെ പറയുമ്പോൾ എന്താ കൊടുക്കാതിരിക്കുന്നത്? അവർ അവിടെ വന്ന ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അവരെ പേഴ്സണൽ ഹെയർ സ്റ്റൈൽ ആയിട്ട് എന്താ കൊണ്ടുപോകുന്നില്ല? അപ്പൊ ഇതെല്ലാം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെല്ലാം ഒരു ധാരണയുണ്ട്. അപ്പൊ ഇത് അടച്ചാക്ഷേപിക്കുന്നത് ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അതിന് ബി ഉണ്ണികൃഷ്ണന്റെ പേര് പറയുന്നു എന്നല്ലാണ്ട് അതാണ് പൊതുസമൂഹം. കാരണം ഇപ്പൊ പുള്ളിയുടെ പേര് പറഞ്ഞാലല്ലേ അറിയുള്ളൂ, അല്ല മറ്റുള്ളവരുടെ ആ പേര് പറഞ്ഞാൽ ആരാ അറിയുന്നത്? അപ്പൊ മനസ്സിലാവുന്നതാണ് 8000-ൽ പരം അംഗങ്ങളുള്ള ഈ വ്യവസായത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഫെഫ്ക പോലുള്ള ഒരു ഈ സംവിധാനത്തെ ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ലല്ലോ, ബാക്കി പ്രസിഡന്റ് ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, ബാക്കി അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്. അവരെ ആരെയും ടാർഗറ്റ് ചെയ്ത് ഇത് തകർക്കാൻ ഇത് നയിക്കുന്ന ഒരാളാരാ? ഇപ്പൊ ഞാൻ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ആരാ? ഇവിടെ പറയുന്നത് ഇവിടെ നയിക്കുന്ന ആരാണ്? അത് ജനറൽ സെക്രട്ടറിയാണ് നയിക്കുന്നത്. ഇപ്പൊ എന്റെ യൂണിയന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ എന്റെ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഞാനാണ് ആ യൂണിയന്റെ കാര്യം പറയുന്നത്. പൊതുവായിട്ട് വരുമ്പോഴത്തേക്ക് ഫെഫ്കയുടെ മൊത്തം 22 യൂണിയൻ ഉണ്ട്. 22 യൂണിയന്റെ മൊത്തത്തിൽ കാര്യം വരുമ്പോഴത്തേക്ക് ഇത് നയിക്കുന്നത് ആരാ? പുള്ളിയാണ് നയിക്കുന്നത്. അങ്ങനെ ഓരോ യൂണിയന്റെ തനിയെ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിൽ തനിയെ യൂണിയനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓരോ യൂണിയന്റെ അകത്ത് ഇപ്പൊ ഡയറക്ടേഴ്സ് യൂണിയനിൽ ഒരു പരാതി വന്നാൽ അത് ഫെഫ്കയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. എന്റെ യൂണിയന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ ഒരു പരാതി വന്നാൽ അത് ഫെഫ്കയിലേക്കാണ് അയക്കുന്നത്. ആ ഫെഫ്കയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് അയക്കുന്നത്. എന്നിട്ടാണ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാവണോ? കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനല്ല. ഇപ്പോ മേക്കപ്പ് യൂണിയനിൽ ഒരു പ്രോബ്ലം നടക്കും. അവര് ബി ഉണ്ണികൃഷ്ണന്റെ ആവശ്യപ്പെട്ടാണ് പറയുന്നത്. ഇപ്പോ സ്ത്രീ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനിൽ അവരുടെ മെമ്പർക്കെതിരെ ഞാനിതൊന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞോണ്ട് പറയാം. സുബ്രഹ്മണ്യം പറഞ്ഞ ഒരാളുണ്ട്, എറണാകുളത്ത് പോക്സോ കേസിൽ പ്രതി. അദ്ദേഹം മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയെടുക്കും? ഇമ്മീഡിയറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഇമ്മീഡിയറ്റ് കമ്മിറ്റി കൂടി പുറത്താക്കി അപ്പൊ തന്നെ അയാൾക്ക് വീട്ടിലേക്ക് രജിസ്റ്റേർഡ് നോട്ടീസും അയച്ചു. അല്ല പറഞ്ഞോട്ടെ, അതായത് അയാള് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒക്കെ അയാളെ സസ്പെൻഡ് ചെയ്യുകയും ഇപ്പൊ നമുക്ക് സസ്പെൻഡ് ചെയ്യാനാണ് നമുക്ക് അധികമുള്ളത്. അതിനുശേഷം അത് കുറ്റം കഴിഞ്ഞാൽ അത് ഡിസ്മിസ്, അതായത് എന്താണോ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത് അതെടുക്കുകയും ഇന്ന് ലേബർ ഓഫീസർ അടക്കമുള്ള ആൾക്കാരുമായിട്ടായിരുന്നു നമ്മുടെ ഒരു മീറ്റിംഗ്, നമ്മുടെ സമരം ചെയ്ത സഹപ്രവർത്തകരുമായിട്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ആ നടപടി എടുത്തത്. അല്ല, ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാല് അവര് ആവശ്യപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാം തന്നെ നടപ്പാക്കാൻ സാധിക്കുന്നതും ചിലത് കുറച്ച് സമയമെടുത്ത് നടപ്പാക്കേണ്ടതും ഒക്കെയാണ്. അതെല്ലാം ഈ ലേബർ കമ്മീഷണറുടെ ഒക്കെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും അവർക്കത് അവരാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന്, അവരാവശ്യപ്പെടുന്നത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സംഘടന വേണം. ലേഡീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക സംഘടന വേണമെന്നുള്ളതാണ്. അത് ഫെഫ്ക എന്ന് പറയുന്ന അപ്പർ ബോഡിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അത് അതാത് സംഘടനകളിൽ അവർ ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു ആവശ്യവും അതിനുവേണ്ടി മാത്രമായിട്ടൊരു ജനറൽ ബോഡി വിളിച്ചിട്ട് അവിടെ എടുക്കുന്ന തീരുമാനം, ഭൂരിപക്ഷം തീരുമാനം അനുസരിച്ചാണ് അത് അങ്ങനെ ഒരു പുതിയൊരു സംഘടന രൂപീകരിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണമായിട്ട് ഞങ്ങൾക്കിവിടെ PROയും പബ്ലിസിറ്റി ഡിസൈനേഴ്സുമായിട്ട് ഒറ്റ സംഘടനയായിരുന്നു. അവരിതുപോലെ ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യുകയും അവർ 2 സംഘടനകളായിട്ട് മാറുകയും ആ 2 സംഘടനകളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ടേൺ വൈസ് ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അത് സിനിമയിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം സിനിമയിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് അയാളുടെ എക്സ്പെർട്ടൈസ്, അയാളുടെ കഴിവുകൾ, അയാൾ ഒരു പ്രത്യേകമായ മേക്കപ്പിന് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിന് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ
പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കുന്ന ആൾക്കാരെ വെക്കുന്നു. അല്ലാതെ ടേൺ അനുസരിച്ച് ഇത് നാളെ അടുത്ത പടത്തിന് വേറെ ആൾ സിനിമയിലെ സാധ്യമാകത്തില്ല. എല്ലാവർക്കും ജോലി കൊടുക്കാനും സിനിമയിൽ സാധ്യത. പെഫ്ക എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ ഒരു തൊഴിൽ ദാതാവല്ല. തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുക മാത്രമാണ് ചെയ്യുന്നത്. അവരവരുടെ കഴിവുകൾ കൊണ്ടാണ് ഓരോരുത്തരും സിനിമയിൽ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്രായോഗികമായില്ലെങ്കിലും അത് ചർച്ച ചെയ്യാവുന്ന ധാരണയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ അവർ പല കാര്യങ്ങളും ഉന്നയിച്ചത് ഹിയർ സ്റ്റേയിലൂടെയാണ്. ആരോ അങ്ങനെ പറഞ്ഞു, ആരോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചത്, ഈ ഉണ്ണികൃഷ്ണനെ കുറിച്ച് നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പണം തട്ടിയെന്ന. ഞാൻ നിങ്ങളോട് ആരെങ്കിലും ഉണ്ണികൃഷ്ണൻ വന്ന് പണം തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, അതെങ്ങനെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ സ്ത്രീ പീഡകർക്ക് കൂട്ടുനിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു പോസ്റ്റർ കണ്ടു. സ്ത്രീ പീഡകർക്ക് കൂട്ടുനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവോ ആരെങ്കിലും അല്ല, അതൊക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആരോ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് തള്ളിവിടുകയാണ്. ആ പെൺകുട്ടികൾ വാസ്തവത്തിൽ സ്കേപ്പ് ഗോട്ടുകളായി ബലിയാടുകളാകല. അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പുറകിൽ വലിയൊരു മൂവുണ്ട്. അത് മൂവ് എന്ന് പറയുന്നത് പെഫ്ക എന്ന സംഘടന വളരെ ശക്തമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇടപെട്ടുകൊണ്ട് ഇത്രയും തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുണ്ട്. നമ്മളറിയാതെ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഇടപെട്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അപ്പം ഇത് അതിൻ്റെ ഒരു വളർച്ചയെ ഭയപ്പെടുന്ന, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഒരു സെക്കൻഡ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇപ്പൊ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് വി ഉണ്ണികൃഷ്ണനുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2 വിഷയങ്ങളിലാണ് അദ്ദേഹത്തെ പരസ്യമായി അടിസ്ഥാനരഹിതമായി അദ്ദേഹത്തെ ആരോപിച്ചത്. ഇപ്പൊ സാന്ദ്രയുടെ കേസിലാണെങ്കിലും സാന്ദ്രയുടെ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള വിഷയമാണ് സാന്ദ്ര ആരംഭിച്ചത്. അത് പെട്ടെന്ന് ഇതിന്റെ ഒക്കെ പിന്നിൽ വി ഉണ്ണികൃഷ്ണനാണെന്നുള്ള ആരോപണം വന്നു. ഇതിലൊന്നും ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈ 3 വിഷയത്തിലും വി ഉണ്ണികൃഷ്ണന് ഒരു ബന്ധവുമില്ലാത്തപ്പോൾ എന്തിനാണ് ഞങ്ങളുടെ സെക്രട്ടറിയെ വി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ പറയും. സംശയിക്കും അങ്ങനെ ഒരു അതാണ് ഞാൻ അതിലേക്ക് വരാതിരുന്നത്. അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സിബിസാറോടെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇൻ ഷോർട്ട് ഒരു രൂപം പറഞ്ഞത്. ഈ 3 വിഷയത്തിലും സാന്ദ്രയുമായി സംസാരിച്ചിട്ടില്ല. സാന്ദ്രയുടെ കേസിൽ പരമാവധി ഒരു വനിതാ നിർമ്മാതാവ് എന്ന നിലയിൽ ഫെഫ്കയും വി ഉണ്ണികൃഷ്ണനും അവർക്ക് വേണ്ട പരമാവധി സഹായങ്ങളെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ വിഷയത്തിലൊക്കെ എന്തിനാണ് അദ്ദേഹത്തെ സാന്ദ്രമായിട്ടുള്ള കേസിന്റെ ഒത്തുതീർപ്പുകളിലൊക്കെ ഫയലാണ്. എത്രയോ സിനിമകളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകയും അവരാവശ്യപ്പെട്ട പരിഹാരമെല്ലാം സാധിച്ചു കൊടുത്ത ഫയലാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുള്ളൂ. ഇന്നലെ രാത്രിയിൽ അവിടെ വന്ന 2 പേരും WCCയുടെ ആൾക്കാരാണ്. ഇതിനു മുമ്പ് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് റിമ കല്ലിങ്കൽ ഉൾപ്പെടെ ഇന്ന് രേവതി ഇട്ടിരിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട്. അതിങ്ങനെ ഇവരിപ്പം ബോംബെയിലുള്ള അവരുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിച്ചിട്ട് അവരൊക്കെ പോസ്റ്റ് തുടങ്ങി. ഇപ്പോൾ അജിത പോലെയുള്ള സാമൂഹ്യ അജിതയും 2 സാമൂഹിക പ്രവർത്തകരൊക്കെ ഇപ്പോൾ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യും. അങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെഫ്ക എന്ന സംഘടനയും ഉണ്ണികൃഷ്ണൻ വളരെ വളരെ ശക്തമായിട്ട് ഈ സംഘടന നേതൃത്വത്തിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇല്ല, ഇത് WCCക്കെതിരെ നമുക്ക് നിയമപടിക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് അവരെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണനെതിരെയുള്ള കേസിലോ FIRലോ ഉണ്ണികൃഷ്ണൻ സ്വന്തമായിട്ട് നേരിടേണ്ട ആളാണ്. അദ്ദേഹം നേരിടുകയും ചെയ്യും. ഞങ്ങളുടെ സംഘടന ഇദ്ദേഹത്തിനെതിരെ, ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടായ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ നിയമപരമായി സംഘടന മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ പെൺകുട്ടികളുടെ പരാതികൾ വ്യക്തമായിട്ടും പരിഹരിച്ച് അവർക്ക് ഏറ്റവും തൃപ്തികരമാവുന്ന രീതിയിൽ അതിന് പരിഹാരം അവർ കൊണ്ടുവന്ന വക്കീലിന്റെ സാന്നിധ്യത്തിൽ, ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വളരെ വ്യക്തമായിട്ടും രേഖാമൂലം അതിനെ പരസ്പരം ഒരു ധാരണയിലെത്തി ഒപ്പിട്ട് പിരിഞ്ഞതാണ്. അതിനുശേഷം ഞാനൊരു ആവശ്യം അവിടെ ഉന്നയിച്ചത്, ഇവിടെ ഇവർ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്മേൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ പറഞ്ഞത് കേട്ടാണ് ആരോ പറഞ്ഞു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലൊക്കെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനും ഒരു കുടുംബവും മകളും ഒക്കെ ഉള്ളതാണ്. അയാൾക്കുണ്ടായ അപമാനത്തിന് ആരാണ് മറുപടി പറയുക?
അത് നിയമപരമായിട്ട് നേരിട്ടൊരു വിഷയമാണ്. അവർക്കെതിരെ ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്യുക തന്നെ ചെയ്യും. ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ഓരോരുത്തർക്കുമെതിരെ നമ്മൾ നിയമപരമായ നടപടികളിലേക്ക് പോകും. ഇന്ന് അതിനുശേഷം അവർ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ആ പോസ്റ്ററുകൾ വലിച്ചു കീറി അവർ തന്നെ ഈ 3 പെൺകുട്ടികളും ചേർന്ന് ആ പോസ്റ്ററുകൾ വലിച്ചു കീറി കക്ഷത്തിൽ വെച്ച് ഒരു വണ്ടിയിൽ കയറി വക്കീലിന് വണ്ടിയിൽ കയറി പോകുന്നതുണ്ട്. ഇതൊക്കെ നമ്മുടെ റെക്കോർഡ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ടേബിളിൽ അവർക്ക് സംസാരിച്ച് പരിഹരിക്കാവുന്ന വിഷയമേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിത് ഉണ്ടായതിപ്പോഴാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അങ്ങനെ വളരെ കൃത്യമായി പരിഹരിച്ചൊരു വിഷയമാണ്. ഞങ്ങൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ 4 ദിവസം നിരന്തരമായിട്ട് ഈ 23 യൂണിയനുകളുമായിട്ട് ചർച്ച. അന്ന് എല്ലാവരും എന്താണ് ഫെഫ്ക പ്രതികരിക്കാത്തത്. ഫെഫ്ക ഒരു ദിവസം വന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ അഭിപ്രായം പറയുകയല്ല. നമ്മൾ ആ വസ്തുനിഷ്ഠമായി അതിനെ പഠിച്ചുകൊണ്ട് ഈ ഹാളിൽ വെച്ച് തന്നെ 21 യൂണിയനുകളെയും വിളിച്ചു വരുത്തി 4 ദിവസങ്ങളായിട്ട് വിശദമായി ഓരോ യൂണിയനുകളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ യൂണിയനുകളിലെയും വിഷയങ്ങളെ പഠിച്ച് വനിതകൾക്കായിട്ട് മാത്രം ഫെഫ്കയിലെ വനിതാ പ്രവർത്തകർക്ക് മാത്രമായിട്ട് ഒരു മീറ്റിംഗ് പ്രത്യേകം വെച്ചു. ആ മീറ്റിംഗ് മലമ്പാക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. 3 സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ കൊണ്ടുവന്ന ആൾക്കാരിൽ ഒരാൾ ഞാൻ ഇന്നലെ പറഞ്ഞ ആ കോളേജ് അധ്യാപികയാണ്. അവരുൾപ്പെടെ ഒരു വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിറക്കി ഈ 3 സ്ത്രീകൾ ഞങ്ങളുടെ ഹോളിൽ കയറിയിരുന്ന് മൊത്തം ആ മീറ്റിങ്ങിനെ അലമ്പാക്കുന്നത്. അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്, നമ്മുടെ മീറ്റിങ്ങിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു ലീഗൽ നടപടിയിലേക്ക് പോയ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയും ഇതിൻ്റെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അംഗങ്ങൾ നിരന്തരമായ ഒരു സിനിമാ വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നോ, അഭിനേതാക്കളാണെങ്കിൽ അമ്മ പോലുള്ള സംഘടനയുണ്ട്, അവർ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ല, അവർ ഒരു സ്പെഷ്യൽ പ്രത്യേക ബോഡിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ അംഗങ്ങളായിട്ടുള്ള അതിനകത്ത് കൂടുതലും അഭിനേത്രികളാണ്. അതിനകത്തുള്ള വളരെ കുറച്ച് ടെക്നീഷ്യന്മാർ മാത്രമാണ്. അവർ മാറി നിൽക്കുകയാണ്. അത് അവരുടെ തീരുമാനമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മൾ പോകുന്നില്ല. നമുക്ക് നമ്മുടെ നിലപാടിലൂടെ ഈ സംഘടന എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ 8000-ഓളം തൊഴിലാളികൾക്ക് അവരാശ്രയിക്കുന്ന അവരുടെ ആരോഗ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള അവരുടെ വേതന തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് അവരുടെ തൊഴിലിടത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഫെഫ്കയുടെ ലക്ഷ്യം. അത് നമുക്ക് നിറവേറ്റിക്കൊണ്ട് പോകുക തന്നെയും. അതിനിടയിൽ വരുന്ന ഇത്തരം വിഷയങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ അങ്ങനെയും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ഇതുപോലെ സമരവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ സംഘടനയ്ക്ക്. സമരത്തിന്റെ കാര്യത്തിൽ അത് പരിഹാരം കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു. അത് പെടുത്തിയവർക്കെതിരെ അവര് മറവിൽ നിന്നല്ല ഇത് ചെയ്യുന്നത്. തെളിവുണ്ടെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണനെതിരെ സന്ദ്ര തോമസിന്റെ ആരോപണത്തെക്കുറിച്ചാണ് ഫെഫ്ക ഭാരവാഹികൾ പ്രധാനമായും സൂചിപ്പിച്ചത്. ഉണ്ണികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകില്ല. ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം ഈ ഒരു സംഭവത്തിൽ തൃപ്തികരമാണ്. ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഫെഫ്ക ഭാരവാഹികളും സൂചിപ്പിച്ചിരിക്കുന്നത്. സംഘടനയെ തകർക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നതെന്നും ഫെഫ്ക ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവും പ്രധാനം നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകും ആരോപണത്തിനെതിരെ എന്നാണ് ഫെഫ്ക ഭാരവാഹികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ബി ഉണ്ണികൃഷ്ണന് ഇത്തരം വിഷയങ്ങളിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7590 രൂപ, പവന് 60,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6285 രൂപ, പവന് 50,280 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോ 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞതാണെന്നുള്ള സ്ഥിരീകരണം കൂടി പുറത്തുവരുന്നു. മുങ്ങിമരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്നാണ് മൊഴി. റിപ്പോർട്ട് കാണും. ബാലരാമപുരത്ത് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം അത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് ഹരികുമാർ, അതായത് കുട്ടിയുടെ അമ്മാവനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഏറ്റുപറച്ചിലുണ്ടായിട്ടുണ്ട്. ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിൽ ജീവനോടെ എറിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് കൂടുതൽ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ഹരികുമാറാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യം. കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മാവനും ഒക്കെ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. പല ഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത് എന്നിവർ പറഞ്ഞത് അമ്മാവനൊപ്പമാണ് കുഞ്ഞ് കിടന്നിരുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. എന്നാൽ അമ്മ പറഞ്ഞത് അച്ഛനോടൊപ്പമാണ് കുഞ്ഞിനെ കിടത്തിയിരുന്നത് എന്നാണ്. അതിനുശേഷമാണ് അമ്മ എണീറ്റ് പോയതിനു ശേഷം തിരികെ എത്തുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് ഹരികുമാർ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതായത് താനാണ് കുഞ്ഞിനെ കിണറ്റിലെടുത്ത് എറിഞ്ഞത് എന്നാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ